നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് എറണാകുളം ചേരാനല്ലൂരാണ്. വനിതകൾക്ക് ഇരുചക്രവാഹന വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ശ്രീ എൻ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ സൈൻ എന്ന് പറഞ്ഞ സംഘടനയുടെ നേതൃത്വത്തിൽ ആണ് ഈ സ്കൂട്ടർ വിതരണം ഇവിടെ നടക്കുന്നത്. വിവിധ ഭാഗങ്ങളിലായി ഇതുപോലുള്ള ടൂ വീലർ വിതരണ പരിപാടിയും തയ്യൽ മെഷീനും ലാപ്ടോപ്പ് വിതരണവും ഒക്കെയായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ആശയം അല്ലെങ്കിൽ ഈ ആശയം രൂപപ്പെടാനുണ്ടായ സാഹചര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായ നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ വീടുകളിൽ നല്ല അംഗീകാരമുണ്ടാകണം, സമൂഹത്തിൽ നല്ല മാന്യതയുണ്ടാകണം, പുരുഷന്മാരെ പോലെ തന്നെ നമ്മുടെ സഹോദരിമാർ ശിരസ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ വിവിധങ്ങളായ പരിപാടികൾക്ക് രൂപം കൊടുത്തത്. ഏതാണ്ട് 50,000-ഓളം തയ്യൽ മെഷീനുകളാണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ക്ലസ്റ്ററുകളുണ്ടാക്കി തയ്യൽ പരിശീലനവും ആവശ്യമായ ആളുകൾക്ക് നൂതനമായ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തി തയ്യൽ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി അവർക്ക് നല്ലൊരു ഉപജീവന മാർഗം ഉണ്ടാക്കണമെന്നാണ്. ഒരു ദിവസം 1,000-1,500 രൂപയൊക്കെ ഏറ്റവും കുറഞ്ഞത് ലഭിക്കത്തക്ക രൂപത്തിൽ നമ്മുടെ സഹോദരിമാരെ പ്രാപ്തരാക്കണം എന്ന പരിപാടിയുടെ ഭാഗമാണ് തയ്യൽ മെഷീൻ്റെ വിതരണം. ഈ ടൂ വീലറിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ നമ്മുടെ സഹോദരിമാർ അവർക്ക് സന്തോഷമുണ്ടാകും. പലപ്പോഴും ഞങ്ങൾ ഈ ടൂ വീലറുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ പല സ്ത്രീകളും ഇത് ഭർത്താക്കന്മാർക്ക് വേണ്ടി വാങ്ങുന്നൊരു പരിപാടിയൊക്കെ മാറ്റിവെക്കുന്നു. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളോട് ചില ആളുകൾ വിളിച്ചു ചോദിക്കും. ഇപ്പോൾ രൂപേഷിനോടും ബിനീഷിനോടും അതുപോലെ സുനിലിനോടൊക്കെ ആളുകൾ വിളിച്ചു ചോദിക്കും, എൻ്റെ അമ്മയ്ക്ക് 82 വയസ്സായി, ഒരു സ്കൂട്ടർ കിട്ടും. അത് 82 വയസ്സുള്ള അമ്മയ്ക്ക്. അപ്പോൾ ഇതൊക്കെ ഉദ്ദേശം വളരെ പ്രകടമാണ്. നമ്മുടെ ഇതിൻ്റെ താല്പര്യം നമ്മുടെ സഹോദരിമാർ തുല്യനീതി ലഭിക്കണം, കുടുംബത്തിന് നല്ലൊരു ഏണിംഗ് മെമ്പറായി മാറണം, അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വലിയ അംഗീകാരമുണ്ടാകും. അങ്ങനെ സമൂഹത്തിൽ നല്ല അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള വിപുലമായ പരിപാടികളിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ ടൂ വീലർ വിതരണം. നേരത്തെ രൂപേഷ് സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 150 കോടി രൂപയോളം, അത് 120 ആയിരുന്നു, ഇപ്പോൾ ഏതാണ്ട് 150 കോടി രൂപയോളം ഞങ്ങളിതിനു വേണ്ടി ചെലവഴിക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നോട് പലരും ചോദിച്ചോളൂ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വല്ല പരിപാടിയുണ്ടോ? എല്ലാവരും ഫ്ലക്സ് ബോർഡൊക്കെ കാണുന്നുണ്ടല്ലോ. വേറെ ചില ആളുകൾ ചോദിച്ചു, മോഡി നേരിട്ട് തന്ന കാശായിരിക്കും, അതിങ്ങനെ സ്കൂട്ടർ രൂപത്തിൽ അല്ലെങ്കിൽ തയ്യൽ മെഷീൻ രൂപത്തിലൊക്കെ വിതരണം ചെയ്യുകയാണോ? ഞങ്ങളവരോട് പറഞ്ഞ് എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ നിലപാടുകൾ, അത് ആദർശാധിഷ്ഠിതമായ നിലപാടാണ്. പക്ഷേ ടൂ വീലർ കൊടുക്കുന്ന കാര്യത്തിലോ തയ്യൽ മെഷീൻ കൊടുക്കുന്ന കാര്യത്തിലോ ലാപ്ടോപ്പ് കൊടുക്കുന്ന കാര്യത്തിലോ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിലോ ഒരു രാഷ്ട്രീയമില്ല. അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അങ്ങനെയാണ് ഞങ്ങളിത് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ നേരത്തെ രൂപേഷ് പറഞ്ഞ പോലെ CSR ഫണ്ടുകളാണ്. CSR ഫണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ ഫണ്ടല്ല. ഞങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടി കോൺഫെഡറേഷനുമായി ചേർന്ന് ഒരു 1.5 കൊല്ലമായി രാജ്യത്തെമ്പാടും യാത്ര ചെയ്ത് സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ CSR ഫണ്ട് ബഹുമാനിയായ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ CSR ഫണ്ടിൽ ചില അമെൻമെൻറ്റ് സംവിധാനങ്ങൾ പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. എന്നിട്ട് 100% കമ്പൽസറിയായി. അങ്ങനെ കമ്പൽസറിയായ CSR ഫണ്ട് 500 കോടി രൂപയിൽ കൂടുതൽ വിറ്റുവരവുള്ള എല്ലാ സ്ഥാപനങ്ങളിലും 2% കൊടുക്കണം. 200 കോടി രൂപയിൽ കൂടുതൽ ലാഭമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും 2% CSR കൊടുക്കണം. അതൊരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണ്. അത് ഏതെങ്കിലും മുതലാളിയുടെ ഫണ്ടല്ല. അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, അവിടുത്തെ സ്വീപ്പർ ജോലി ചെയ്യുന്ന ആളുകൾ, ഡ്രൈവർമാർ,
വാച്ച്മാൻമാരായ ആളുകൾ, കമ്പനിയുടെ അകത്ത് പണിയെടുക്കുന്ന ആളുകൾ, ആ തൊഴിലാളികളുടെ മുഴുവൻ കഠിനാധ്വാനത്തിൻ്റെയും വേർപ്പിൻ്റെയും വിലയാണ് CSR ഫണ്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓരോ സ്കൂട്ടറിൻ്റെ അകത്തും ഒരു അധ്വാന വർഗത്തിൻ്റെ വേർപ്പുണ്ട്. പാവപ്പെട്ടവൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ശബ്ദമുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾക്ക് സ്കൂട്ടർ ലഭിക്കുമ്പോൾ ആ സാമൂഹിക പ്രതിബദ്ധത നിങ്ങൾ ഏറ്റെടുക്കണം. അത് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, സ്വയം പര്യാപ്തതയോടുകൂടി നിൽക്കാനുള്ള ഒരു പ്രചോദനത്തിൻ്റെ കവചമായി ഇത് മാറണം. ഇത് ലഭിക്കുന്നതോടുകൂടി ഡ്രൈവിംഗ് പരിശീലനം ശ്രദ്ധിക്കാത്ത ആളുകൾ പരിശീലിക്കണം, ഏതെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെടണം. MSME ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങളെ ഞങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്, ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരും തൊഴിൽ തേടുന്നതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സംരംഭകരായി രൂപാന്തരപ്പെടണം. അങ്ങനെ നല്ല ഏണിംഗ് മെമ്പറായി മാറണം. കുടുംബത്തിൽ നല്ല സന്തോഷമുണ്ടാക്കണം. കുടുംബജീവിതത്തിൽ ഏറ്റവും കാര്യക്ഷമതയോടുകൂടി ഇടപെടാൻ കഴിയുന്ന, തുല്യനീതിയോടുകൂടി, തുല്യ പങ്കാളിത്തത്തോടുകൂടി ഇടപെടാൻ കഴിയുന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മാറണം. അതിനുള്ള പ്രചോദനമായി ഈ സംവിധാനം മാറട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെ നാളുകൾ ഉണ്ടാകട്ടെ, നല്ല ആഹ്ലാദപ്രദമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും തന്നതിന് ഞാൻ സൈൻ എന്ന സംഘടനയാണ് വളരെയധികം താങ്ക്ഫുള്ളാണ്. ആൻഡ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു, നമുക്കത്ര ഏർണിങ്സ് ഇല്ലാത്ത ആൾക്കാർക്ക് ആണെങ്കിലും നമുക്ക് പകുതി വിലയ്ക്ക് ഒരു വണ്ടി സ്വന്തമാകാൻ സാധിക്കാമെന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്ന സാണെന്ന് പറഞ്ഞ സംഘടന, അതോടുകൂടി ഇതിന് പുറകെ പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും പിന്നെ അതുപോലെ എന്നെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരു വളരെ വലിയ നന്ദി പ്രാർത്ഥനയും നേരിടുകയാണ്. താങ്ക് യു. ഈ ഒരു പ്രചോദനം എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു മോട്ടീവ് എന്താണ്? ഞങ്ങൾ സാധാരണ ഇതിൽ രാഷ്ട്രീയ പ്രവർത്തകരായതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ സേവിക്കുക, സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പരിപാടികൾക്ക് രൂപം കൊടുക്കുക. ഈ ആശയം സാധാരണ എൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായ ആശയമാണ്. അതിൻ്റെ പ്രചോദനം പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായും നരേന്ദ്രമോദിയെ പോലുള്ള ആളുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആസ്വദിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 25,000-ഓളം സഹോദരിമാർക്ക് കോൺഫെഡറേഷൻ്റെ സഹായത്തോടു കൂടി 50% നിരക്കിൽ 2 വീലർ കൊടുക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ MSME പോലുള്ള സംവിധാനം, കേന്ദ്ര ഗവൺമെൻറ് MSME സംവിധാനം ഞങ്ങൾ ഉപയോഗപ്പെടുത്തി ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൽ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ആരോഗ്യ പദ്ധതി, അത് വെച്ച് ഞങ്ങൾ ഏതാണ്ട് 120ഓളം മെഡിക്കൽ ക്യാമ്പുകൾ ഇപ്പോൾ നടത്തി. ഏതാണ്ട് 2000-ൽ കൂടുതൽ കണ്ണോപ്പറേഷൻ സൗജന്യമായി 100% സൗജന്യമായി പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിധങ്ങളായ പരിപാടികൾ. അപ്പം ഇനിയും ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇനിയും പ്രവർത്തനങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോൾ ഇത് തന്നെ കൊടുത്ത് തീരുമ്പോൾ തന്നെ കുറേ സമയം എടുക്കും. നേരത്തെ പറഞ്ഞ പോലെ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുന്നത് ഏതാണ്ട് 25,000 പോലെ ആളുകളെങ്കിലും മിനിമം അതിൽ പങ്കാളികളാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ പരിശീലനവും ആ ക്ലസ്റ്റർ രൂപീകരണവും ഒക്കെ ആയിട്ട് മുന്നോട്ട് ചെറിയ ചെറിയ യൂണിറ്റുകളാക്കുകയാണ്. അപ്പോൾ അവർക്ക് നല്ല കമ്പനികൾ, ഞങ്ങൾ കോർപ്പറേറ്റ് കമ്പനികളുമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തുണിത്തരങ്ങൾ അവിടെ എത്തിക്കും, അവർ തയ്ക്കും, അത് പീസ് വർക്കിൽ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ 100 കണക്കിന് കുടുംബങ്ങൾ നല്ല സന്തോഷം ഉണ്ടാകും, അവർക്ക് നല്ല വരുമാനം ഉണ്ടാകും. ആണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. പകുതി വിലയ്ക്കാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ എല്ലാം തന്നെ ഇവിടെ നിർദ്ധരായിട്ടുള്ള സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പേരിൽ കൊടുക്കുന്നത്. ഇത് എങ്ങനെയാണ് ലഭ്യമാകുക എന്നതിനെക്കുറിച്ച് ശ്രീ രൂപേഷ് ആർ മേനോൻ നമ്മളോട് സംസാരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെടാൻ പറ്റുക? ഇത് നമ്മളുടെ പദ്ധതി എന്ന് പറയുന്ന സൈൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷനും NGO കോൺഫെഡറേഷനും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഇത് നമ്മളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയും UN ഒരു സർവേ അടിസ്ഥാനമാക്കി സ്ത്രീകളുടെ മാനസിക സന്തോഷത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സർവേയുടെ ഭാഗമായിട്ട് കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ CSR ഫണ്ടും മാർക്കറ്റിംഗ് ഫണ്ടും ക്രൗഡ് ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പം നമ്മളിത് വിഭാവനം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ വണ്ടിയുടെ തുകയുടെ പകുതി തുക
60,000 രൂപ അല്ലെങ്കിൽ 63,000 രൂപ വരുന്ന ഒരു തുക ഗുണഭോക്തൃ ആദ്യം അടയ്ക്കുകയും അത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്തൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ പാടില്ല, ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകളുണ്ടാവരുത്, ഒരു വീട്ടിൽ നിന്നൊരാൾ, ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ആദ്യം അവർ 50% തുക അടയ്ക്കുകയും അതിനുശേഷം ഒരു 100 പ്രവൃത്തി ദിനം കൊണ്ടാണ് നമ്മളിത് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടൊരു വിവിധ ഘട്ടങ്ങളിൽ കൂടി പോകുന്നത് നമുക്ക് ഏകദേശം അത്രയും ദിവസം വേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കിപ്പം ഇവരുടെ 16ാം ഘട്ടമാണ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പം 73 പ്രവൃത്തി ദിനം കൊണ്ട് തന്നെ നമുക്കിത് 16 ഘട്ടം വിതരണം വരെ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു മാൻ പവർ, ഒരു യാതൊരു പ്രോഫിറ്റ് നോക്കാതെ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗത്തിൻ്റെ സമയങ്ങൾക്ക് മാറ്റി വെച്ചുകൊണ്ട് അഡീഷണൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ, സുമനസ്സുകളായ ഒരുപാട് ആളുകളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് ആളുകളുടെ കയ്യിലേക്ക് ഇത്രയും എമൗണ്ടിൽ കൊടുക്കുന്നത്. ഇവിടെ 130 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ 2 വീലർ അടക്കം മാത്രം നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് വനിതയ്ക്കും ഈ പറയുന്ന കണ്ടീഷൻസ് നെറ്റ് ചെയ്യുന്ന ഏത് വനിതയ്ക്കും കേരളത്തിൻ്റെ ഏത് പ്രദേശത്തു നിന്നുള്ള ആളുകൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാനും ഈ പറഞ്ഞ ഇതിൻ്റെ ഗുണഭോക്താവാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ഇപ്പോൾ ഈ 2 വീലർ മാത്രമല്ല, സൈൻ്റെ വിവിധങ്ങളായ പദ്ധതികളുണ്ട്. ഇപ്പം തയ്യൽ മെഷീൻ കൊടുക്കുന്നു, 50,000 തയ്യൽ മെഷീൻ കൊടുത്തു. അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലാപ്ടോപ്പുകൾ, ഇതെല്ലാം 50% നിരക്കിലാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മളുടെ പുതിയ അടുക്കള നിറയ്ക്കൽ എന്ന് പറയുന്ന പദ്ധതി, അതും വനിതകളെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ മിഥുനൊപ്പം സജോ.